ഹാപ്പി ഓണം എന്നാണ് ഓണം അല്ലേ. ഇന്ന് പൂക്കളിടാൻ പാടുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. വോട്ടെവർ ഇറ്റ് ഈസ്, ഇതെൻ്റെ സ്വന്തം പൂക്കളമാണ്. ഈ പറമ്പിൽ കാണുന്ന പൂക്കൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇല മാത്രമല്ലേ ഉള്ളൂ എന്ന്. അല്ല, അവിടേക്ക് ഉണ്ടായിരുന്നു, ഞാൻ പറിച്ചെടുത്ത. ഇത് ബ്രൈഡൽ മുല്ല, നമ്മൾ വേറെന്തോ പേര് പറയും തോന്നുന്നു. അപ്പം ഇതാണ് എൻ്റെ വലിയച്ഛൻ്റെ വീട്. അടിപൊളിയല്ലേ? അവരൊക്കെ പല്ല് വെച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അവരെ കാണിക്കാൻ പറ്റത്തില്ല. ഇത് അവിടെ അതിൻ്റെ ഉള്ളിൽ കുങ്ങിണിയൊക്കെ ഉണ്ട്. യെസ്, വെള്ളിച്ചൻ ഓടിപ്പോയി. ഹൗ ബ്യൂട്ടിഫുൾ. ഈ വീട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. എൻ്റെ ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻഡിനും ഹോം ഫർണിഷിങ്സ് ആണ് അവരുടെ ഇൻറ്റീരിയർ സോഫ്റ്റ്. സോ അവരാണ് ആക്ച്വലി ഈ വീട് പിന്നെ റെനോവേറ്റ് ചെയ്തെടുത്തത്. ഇതിൻ്റെ അകത്തുള്ള ഐറ്റംസൊക്കെ കുറേ അവരുടെ തന്നെ ഓൺ പ്രൊഡക്ഷനാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ചേച്ചി ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ മുത്തപ്പനെ വെക്കുമായിരുന്നില്ലേ കഴിഞ്ഞ കൊല്ലമൊക്കെ, അപ്പോൾ അതുപോലെ ഒരെണ്ണം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാങ്ങിക്കാനൊന്നും വന്നിട്ടുണ്ടായില്ല. ഇത് ജസ്റ്റ് വാഴയുടെ ഇത് വെച്ചിട്ട് ചെയ്തതാണ് വലിയച്ഛൻ വേഗം. ആൻഡ് ദിസ് ഈസ് മൈ അറ്റയർ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ തോട്ട് ലൈക്ക് അമ്പലത്തിൽ പോവാമെന്ന്. സോ ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴത്തുനിന്ന് ഞാൻ ഊട്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞ ഡ്രസ്സില്ലായിരുന്നോ, അതാണ് ബി സൈൻസ് എന്ന്. നല്ല ഡ്രസ്സാണ്, വളരെ പെട്ടെന്ന് ഞാൻ എടുത്താണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെ ഞാൻ ജസ്റ്റ് കുളിച്ചിട്ടാണ് ആദ്യം കാണിച്ചത്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ ഞാനും അച്ഛനും വലിയച്ഛനും കൂടിയിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഈ വണ്ടി ഓടിക്കുന്നതാണ് എൻ്റെ വലിയച്ഛൻ. വലിയച്ഛൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഇപ്പുറത്തിരിക്കുന്ന എൻ്റെ അച്ഛൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ ഭയങ്കര നാട്ടുംപുറം വഴികളാണ്. കറക്റ്റ് നമ്മൾ മറ്റേ നാട്ട് വഴിയോരത്തെ ആ ഒരു മോഡാണ് കേട്ടോ. എൻ്റെ സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയി, പിന്നെ പോയിക്കൊണ്ടിരിക്കുക. കാരണം വാ അടച്ച് വെക്കുന്നില്ലല്ലോ. അതിൻ്റെ റീസൺ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞു തരാം. അങ്ങനെ ഇതാണ് നമ്മളുടെ തുപ്പേശ്വരം ക്ഷേത്രം. ഭയങ്കര കുഞ്ഞു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അമ്പലമായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സത്യത്തിൽ വലിയ സദ്യപ്പണികൾ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ഒരു റിലേറ്റീവിന് തന്നെ കേറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് സദ്യയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ ഇപ്പം അമ്മ കഴിഞ്ഞ ദിവസം സീമാസെന്ന് വാങ്ങിച്ച ഡ്രസ്സ്, ജസ്റ്റ് സീമാസെന്ന് വാങ്ങിച്ചതല്ല, ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് ഒന്ന് ഓൾട്ടർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഈ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ സദ്യ നമ്മൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പായസവും വലിയച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ അവിടെ ഉള്ളൊരു നമ്പൂതിരീൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാക്കിയ പായസം അവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ലുക്ക് അറ്റ് ദ സീനറി മാൻ. ഈ വയലിൻ്റെ ഗൈസ്, ഞങ്ങളിപ്പോൾ പായസം വാങ്ങാനായിട്ട് വലിയച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണ്. ജസ്റ്റ് സീ ദ വ്യൂ, മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഞാൻ സ്റ്റണ്ടായിട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ വലിയച്ഛൻ്റെ മോളും മരുമകനും അവർ ടേർട്ടിൽ വിഷ് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഇൻറ്റീരിയർ ഹോം ഫർണിഷിങ്സ് ഷോപ്പാണുള്ളത്. ഷോപ്പ് അല്ലെ, അവർക്ക് അതിൻ്റെ ബിസിനസ്സാണ്. ഷോപ്പ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഓൺലൈനാണ് അവരുടെ സംഭവങ്ങളൊക്കെ. ഇഫ് യു വോണ്ട് ടു പർച്ചേസ് സംതിങ്, സി ഐ ഷോ യു. ഈ ഹൗസ് ആക്ച്വലി എൻറ്റയർലി അവരുടെ ഇൻറ്റീരിയേഴ്സാണ് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ദ കാർപ്പറ്റ്സ്, ഈ സെറ്റി, ഇവിടുത്തെ എല്ലാം ഫർണിച്ചേഴ്സൊക്കെ അസംബിൾ ചെയ്തിരിക്കുന്നത്. ഇത് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നവരാണ്. ദി കർട്ടൻസ്. സോ അവരുടെ ഒരു ഷോ പീസാണെന്ന് പറയാം ഈ വീട്. കളർ, തീം, എവ്രിതിങ്. സി, ഇങ്ങനത്തെ മിറേഴ്സൊക്കെ നമ്മൾ ചായയിലും കണ്ടു അല്ലേ. നൈസ് റൈറ്റ്. ആക്ച്വലി ഇങ്ങനൊരു വലിയ മിറർ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ റൂം ഒന്ന് കുറച്ചും കൂടെ എൻലാർജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും പോലും. അപ്പം ആ വലിയച്ഛനും അച്ഛനും വലിയച്ഛൻ്റെ ഫ്രണ്ടിലാണ്. ഹാപ്പി ഓണം. ഇതിൻ്റെ അപ്പുറത്ത് ദക്ഷിണാമൂർത്തിയുടെ ഒരു അമ്പലമുണ്ട് പോലും. അങ്ങനെ ഞാൻ കാണിക്കുന്നില്ല. ബട്ട് സി, എല്ലാ സൈഡും പാടം, പുറകിലൊരു മാവ്, എന്ത് രസം. കിച്ചണൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. പെരുമ്പാവൂർ കൃഷി ഓഫീസിൽ അവിടെ പെരുമ്പാവൂർ അങ്ങനെ
കൊല വെട്ടാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഈ ഫ്ലാറ്റും ഇങ്ങനത്തെ ബിൽഡിങ്സും ഒക്കെ മാത്രം കണ്ട് ഇങ്ങനെ വയലും തോടും അരുവിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ആക്ച്വലി ഇതിപ്പോൾ ഇന്നലെ ഞാറ് നട്ടതേ ഉള്ളൂ. ഇത് ഫുൾ പൂത്തുക്കല്ല എന്താ പറയുക, വിളഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് വിൽ ബി. ആക്ച്വലി നമ്മുടെ വെളിച്ചൻ്റെ വീടുണ്ടല്ലോ, അത് അതിൻ്റെ താഴത്തും ഇതുപോലെ പാടമുണ്ട് കേട്ടോ. പക്ഷെ അത് ഇങ്ങനെ വീട്ടുമുറ്റത്ത് തന്നെയല്ല ഉള്ളത്. ആൻഡ് മറ്റൊരു അത്ഭുതം ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ, കണ്ടോ ആ തൂങ്ങിക്കിടക്കുന്നത് കൂടുകളാണ്. ഈ ഓലഞ്ഞാലി കിളിയോ അങ്ങനെയുള്ള പല കിളികളും തത്തയൊക്കെ ഉണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് ഹോമാണ് കേട്ടോ ഇത്. ഇപ്പം ഈ വീടിൻ്റെ ഉടമസ്ഥരായ രമാൻറ്റിയും ബാലാജി മാമനും രണ്ടുപേരും റിട്ടയർഡ് ആയിട്ടുള്ളവരാണ്. ആൻഡ് അവിടെ നിന്ന് വീണ് കിടക്കുന്ന കിളിക്കൂടുകൾ ആൻറ്റി പെറുക്കിയെടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയും ചേട്ടനൊക്കെ വരുമ്പോൾ ഇത് കൊണ്ടുപോകാറുണ്ട്. ഞാനിതിപ്പോൾ കൊണ്ടുപോയിട്ട് എവിടെ വെക്കുന്നത് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഈ വക ജീവജാലങ്ങളൊക്കെ പേടി, എനിക്കിങ്ങനെ കാണാനുള്ള ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, രമാൻറ്റി പറയുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ പല കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് പോലും, പല റൂംസൊക്കെ. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണല്ലേ. ആൻഡ് അവിടുത്തെ ചെടികളും ഫ്രൂട്ട്സും അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു വീടും സ്ഥലവും. അവരോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് നമ്മൾ ചായൽ നാട്ടോ വില്ലേജിൻ്റെ വീട്ടുപേര്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ കുടുംബസംഗമം നടക്കുമായിരുന്നേ. സോ അവരതിൻ്റെ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസിയാണ്. പണ്ട് ഞങ്ങളും ഇങ്ങനെ എല്ലാ ന്യൂ ഇയറിനും ഓണത്തിനും വിഷുവിനും ഒക്കെ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടെ ഒത്തുകൂടുകയും ഇവിടെ വെല്ലിച്ചൻ്റെ വീട്ടിൽ തന്നെ നമ്മളിങ്ങനെ ആഘോഷങ്ങളിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നമ്മളിതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ കാലങ്ങളൊക്കെ ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്തു. ഇത്തവണ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ ഇവിടെ കുട്ടിയായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനം എന്ന് വെച്ചാൽ 30 വയസ്സാവാറായി എന്നൊരു സാധനത്തിൽ നിന്ന് ഞാൻ കുറേ അങ്ങ് പിന്നോട്ട് പോയി. ഒരു റിഗ്രഷൻ ഫേസ് ആയിരുന്നു എനിക്ക്. ആസ് ഇൻ ലൈക്ക് എന്നെ അവിടെ ഉള്ളവർ കുഞ്ഞിപ്പാറു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു വിളിയിൽ തന്നെ നമ്മളങ്ങ് കുഞ്ഞായി പോകും. പിന്നെ ഞാനിങ്ങനെ അവരുടെ പിന്നാലെ ഓരോന്നൊക്കെ ചെയ്തൊക്കെ നടന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് പുതിയ മോഡേൺ വേർഷൻ ഓഫ് തിരുവാതിരയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് വി ജസ്റ്റ് വാച്ച് ദം എൻജോയിങ്. പൂവാടികൾ പൂത്തുവിരിഞ്ഞി തങ്കനില കുളിരല തൂകി പൊന്നമ്പിളി വാനിലുയർന്നേ അത്തപ്പൂ കളമെഴുതി കിളി പാടി തുമ്പികൾ പാടി അനിഴപ്പൂ കളമെഴുതി ഉത്രാടത്തേരു വരുന്നേ ഓണം പൊൻതിരുവോണം പൂവിളി ഉയരും തുമ്പകൾ അഴകുടു മലരിടും ഓണം പൊൻതിരുവോണം പൂവിളി ഉയരും തുമ്പകൾ അഴകുടു മലരിടും ആടി കളിയു ഞാനിൽ പാടി മറുവായി താരി പാടി കളിയു ഞാനിൽ പാടി നറുവായി താരി ചൂടി കളവക്കുറി കോടിയുടുത്തോടി കുഞ്ഞു കിടാങ്ങൾ തിരുവാതിര തിരിനീട്ടി ഉറിയടിയും ഓണത്തല്ലും നിറസദ്യയൊരുങ്ങി വീണ്ടും തറവാടിൻ ഉത്സവമായി ഓണം പൊൻതിരുവോണം പൂവിളി. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് അച്ഛനും വലിയച്ഛനും വല്യമ്മയും അമ്മയും ഒക്കെ ഒരു മിനി ഉറക്കം കഴിഞ്ഞു. ഞാനും സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എണീറ്റ് വേഗം വന്ന് ഞാനും വല്യമ്മയും കൂടെ പഴംപൊരി ഉണ്ടാക്കി. ഭയങ്കര ക്വിക്കായിട്ടാണ് പഴംപൊരിയും ചായ ഉണ്ടാക്കിയത്. ആൻഡ് അതൊരു നമ്മുടെ ഐറ്റിനറിയിൽ വിചാരിച്ചൊരു സാധനമല്ലായിരുന്നു. എന്തായാലും അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ രാത്രിയായി. അപ്പം വലിയച്ഛൻ്റെ മോളും വരുമോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു 6-6:30 ആയപ്പോഴത്തേക്കും അവരും എത്തി. ഇനി അടുത്തത് വലിയച്ഛൻ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസിലാണ്. സോ ചിക്കനൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാനും അമ്മയും കൂടി ഇരുന്ന് ബാക്കി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഐ മീൻ ക്യാരറ്റും സവാളയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. വല്യമ്മയാണ് റൈസ് ഉണ്ടാക്കുന്നത്.
അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവരോട് ഹായ് പറയാൻ പറഞ്ഞു, അത് പറഞ്ഞു, പക്ഷേ വോയിസ് കട്ടായിപ്പോയേ. അമ്മയാണെങ്കിൽ ഇത് ആരാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ വല്ല വീഡിയോ കോളും ചെയ്യണോ എന്നറിയാണ്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. ബിക്കോസ് ഈ ചാനൽ എൻ്റെ വീട്ടിലെങ്കും പബ്ലിക് അല്ല കേട്ടോ. അപ്പോൾ ലൈക്ക് വി വർ ഹാവിങ് എ ഹാപ്പി ടൈം ആൻഡ് ഓൾ. ലൈക്ക് രാവിലെ തൊട്ട് കഴിക്കലാണ്. അയ്യോ, വയറിന് റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് വേണം സത്യം പറഞ്ഞാൽ പറയാനായിട്ട്. ആൻഡ് ഇതെൻ്റെ രണ്ടാമത്തെ വല്യച്ഛനാണ്, അതായത് ഇത് മൂത്ത വല്യച്ഛൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വല്യച്ഛൻ്റെയും എൻ്റെ അച്ഛൻ്റെയും നടുക്കുള്ള ആളാണ് അവിടെ ഇരുന്നത്. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രണവ് ചേട്ടൻ. ചേട്ടൻ സ്റ്റിൽ അറ്റ് വർക്ക്. ആൻഡ് അതിൻ്റെ ഇടയിൽ അവിടെ TV കാണുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ഇൻറ്റീരിയർ ഡിസൈനർ ചേച്ചി നെഫ്റ്റിലാണ് പഠിച്ചത്, ഫാഷൻ ടെക്നോളജി. ടെക്സ്റ്റൈൽ ഡിസൈനിങ് ആയിരുന്നു ചേച്ചി ആക്ച്വലി. ആൻഡ് അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഓണത്തിൻ്റെ സെയിം ഡേ തന്നെ. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ചെറുതായിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് എന്താ പറയുക, ഭയങ്കര ക്വിക്കായിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് എനിക്ക് വലിയ താല്പര്യമില്ല. ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലാതെ വേറൊരു കേക്കും എനിക്ക് കിട്ടിയതുമില്ല. പായസമൊക്കെ കുടിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യേണ്ട വല്ല തണ്ണിമത്തനും കട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ്, അതും കേട്ടില്ല. അപ്പോൾ എന്തായാലും ബ്ലാക്ക് ഫോറസ്റ്റിന് വാങ്ങിച്ചു. ബർത്ത്ഡേ ബോയുടെ ഒരു ആഗ്രഹമല്ലേ. ആൻഡ് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഐ ആക്ച്വലി ടോൾഡ് യു അബൌട്ട് ഡിഫിക്കൽട്ട് ടൈം വിച്ച് ഐ വാസ് ഗോയിങ് ത്രൂ. അത് എൻ്റെ അച്ഛനെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം അതിനുശേഷം അച്ഛനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസരം മിസ്സാക്കണ്ടെന്ന് തോന്നി. അങ്ങനെ വേഗം തന്നെ ഞാനും ചേച്ചിയും കൂടി കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത്, ചുമ്മാ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് അച്ഛൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് വി ഓൾ വെർ ഹാപ്പി ഓൾ ടുഗെദർ. ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ അച്ഛൻ മുറിച്ച് കൊടുത്തു. എവറിബഡി വെർ ഹാപ്പി. ആൻഡ് ഇവരോടെല്ലാവരോടും പറയുമ്പോൾ ഞാൻ ഇച്ചിരി ഇമോഷണൽ ആകുന്നുണ്ട്. കാരണം ഈച്ച് ഓഫ് ദം ആർ ദ റീസൺസ് ഫോർ മൈ ഡാഡ്സ് ഹാപ്പിനെസ്. അച്ഛൻ്റെ മുഖത്ത് ആ സന്തോഷത്തിന് ഇവരെല്ലാവരും കാരണമാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദം, ടു ബി ഫ്രാങ്ക്. ഇനി ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ that phase was very difficult to go through, but like we all survived it എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ബർത്ത്ഡേ ഫങ്ഷനും കാര്യങ്ങളും എല്ലാം ശുഭമായിട്ട് അവസാനിച്ചു. ശ്രുതിയും താളമൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ അമ്മ അത്യാവശ്യം നന്നായിട്ട് പാടും. അമ്മ ചേച്ചി പാട്ടൊക്കെ പഠിച്ചതാണ്. അപ്പോൾ കരോക്കെ ഇട്ടിട്ട് അവർ ജസ്റ്റ് ഒന്ന് പാടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അതിൻ്റെ ഇടയ്ക്ക് വലിയച്ഛൻ കയറി വന്ന് പാട്ടൊക്കെ പാടി, അലമ്പായി ആ പാട്ട്. പക്ഷെ പിന്നെ കുറേ നേരം ഞങ്ങൾ പാട്ടൊക്കെ പാടി, കരോക്കെ ഇട്ട് പാട്ടൊക്കെ പാടി നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്നു. ഈ വലിയച്ഛൻ്റെ ആയിരുന്നു കേട്ടോ ആ നേരത്തെ കേട്ട അപശബ്ദം. അപ്പോൾ വീട്ടിലെല്ലാവരും കൂടെ കൂടുമ്പോൾ ഉള്ള ഫണ്ണൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ട്. ആക്ച്വലി കുറേയും കൂടെ നമ്മൾ പണ്ട് ഫങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ടാവുമായിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ ബിരിയാണി വിച്ച് വില്ലേജ് ആൻഡ് മെയ്ഡ്. ഭയങ്കര യമ്മി ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പിന്നെ പാടാൻ നിർത്തി കുറച്ച് നേരം എല്ലാവരും പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിച്ചു. സോ യാ, താങ്ക് യു.